സമകാലിക മലയാള സിനിമാ സംഗീത രംഗത്തെ സാത്വിക സാന്നിധ്യമാണ് ബിജിപാൽ. ആത്മാവിന്റെ ഋതമാണ് ബിജിപാലിന്റെ സംഗീതം. ലാൽജോ സംവിധാനം ചെയ്ത അറബിക്കഥയിലൂടെയാണ് ബിജിപാലിന്റെ സിനിമാ പ്രവേശം. അതേക്കുറിച്ചാണ് ഈ ലക്കം നക്ഷത്രപ്പിറവിയിൽ. അറബിക്കഥ എന്ന ചിത്രത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിരവധി മ്യൂസിക് ആൽബങ്ങളും അതുപോലെ ലാൽജോ സായിട്ടുള്ള പരിചയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയിലേക്കുള്ളൊരു വഴി വെച്ചത് എങ്ങനെയാണ്? അദ്ദേഹമായിട്ട് അതിനു മുമ്പ് ഒരു കൊല്ലത്തിനുള്ളിൽ ഒക്കെയാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടത്. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ്. അദ്ദേഹം ചെയ്തൊരു ടൂറിസത്തിൻ്റെ ഒരു ഫിലിമിലും പിന്നെ ഒരു പരസ്യത്തിലൊക്കെ ഞാൻ ജിങ്കിൾ ചെയ്തിരുന്നു. പിന്നെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയുടെ ഒരു പ്രൊമോഷൻ ജിങ്കിൾ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടപ്പെട്ടു, മ്യൂസിക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അടുത്ത സിനിമ തന്നെ തരികയാണ് ചെയ്തത്. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, രാജശേഖർ എന്നുണ്ട്. രാജശേഖറിൻ്റെ ഫ്രണ്ടായിരുന്നു ബിജി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനും രാജീവ് രവിയും കൂടിയിട്ട് ഖത്തറിനെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ട് ഞങ്ങൾ ഖത്തറിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് അതിന് വേണ്ടുള്ള മെറ്റീരിയൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോക്ക് ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 1 മാസത്തോളം ഖത്തറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ട് ചെയ്ത സാധനങ്ങളിൽ നിന്ന് ഒരു ട്രെയിലർ പോലെ, ഒരു ടീസർ പോലെ ഒരു സാധനം എഡിറ്റ് ചെയ്തപ്പോൾ അതിന് ഒരു മ്യൂസിക് കൊടുക്കണമായിരുന്നു. അപ്പോൾ രാജശേഖറാണ് പറഞ്ഞത് ബിജിനെ കൊണ്ട് അതിന് മ്യൂസിക് കഴിക്കാൻ. അപ്പോൾ ഞാൻ ശരി അത് അവനോട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അച്ഛനുറങ്ങാത്ത വീടിൻ്റെ ഷൂട്ടിങ്ങിന് പോയി. അങ്ങനെ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് രാജശേഖറും ബിജിയും കൂടിയിട്ട് ഇതിന് മ്യൂസിക് ചെയ്തിട്ട് കൊണ്ടുവന്നു, അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ ചെറിയ ഒരു 1 മിനിറ്റ് ട്രെയിലറാണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ ബിജിയുടെ അടുത്ത് ചോദിക്കുന്നത്, ബിജിയുടെ അടുത്ത് പറയുന്നത്, നീ വേറെ വല്ല സിനിമ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല ചെയ്തിട്ടില്ലേ? അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ബിജി ഞാൻ പറഞ്ഞു, നിൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ സിനിമ പാലേരിമാണിക്യത്തിലെ ടൈറ്റിൽ സോങ്, അത് കുറേ കാലം ആ പാട്ട് മലയാളികളെ ഹോണ്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആ സിനിമയുടെ പ്രത്യേകതയും ഒക്കെ മൂലം ആ പാട്ട് ചിട്ടപ്പെടുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് അദ്ദേഹത്തിൻ്റെ തന്നെ ആ നോവൽ, TP രാജീവൻ്റെ ഒരു നോവലാണല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുള്ളൊരു കവിതയാണ്. അദ്ദേഹം ഈ വടക്കൻ പാട്ടിൻ്റെ ഈണത്തിലാണത് പാടിയത്. അപ്പോൾ പാലേറും നാടായ പാലേരിയില്, ആ മീറ്ററിലാണ് അദ്ദേഹം ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഒരു വടക്കൻ പാട്ട് ചെയ്ത് എടുത്തൊരു സാധനമാണത്. ആ പാട്ട് പിന്നീട് പല സദസ്സിലൊക്കെ പാടുമ്പോഴും അല്ലെങ്കിൽ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് റിയാക്ഷൻസ് ആ പാട്ടിന് വരാറുണ്ട്. ആ പാട്ടുകൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിരാ നീന്തി കടന്ന പാട്ട്. അങ്ങനെ തുടങ്ങി വെച്ചാൽ പിന്നെ അവസാനം